അർജുനും ജാസ്മിനും കൊലയാളികൾ. ഇവർ പടപൊരുതാൻ തുടങ്ങിയിരിക്കുകയാണ്. ആരെയൊക്കെ ആയിരിക്കും ഇനി കൊല്ലാൻ പോകുന്നത്? പക്ഷേ ഇതിനിടയ്ക്ക് ഇന്ന് ബിഗ് ബോസ് കളിക്കുന്നുണ്ടോ? കുറേ പേര് മെസ്സേജ് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ബിഗ് ബോസ് മനഃപൂർവ്വം അർജുനെ കൊലയാളിയാക്കിയതാണ്. കാരണം സ്ക്രീൻ സ്പേസ് കിട്ടാൻ, അർജുനെ വിന്നറാക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സംഭവങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിറകേടല്ലേ? എന്താണ് സംഭവം പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ടാസ്ക് എന്താണെന്ന് പറയാം, എന്നിട്ട് പ്രേക്ഷകരുടെ ഒപ്പീനിയൻ കുറേ പേര് മെസ്സേജ് അയച്ച സംഭവം പറയാം. ടാസ്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും ലിവിംഗ് റൂമിൽ വിളിക്കുന്നു. പ്രവചനാതീതമാണ് ബിഗ് ബോസ്, അപ്രതീക്ഷിതമാണ്. ഇവിടെ രഹസ്യാന്വേഷണത്തിൽ നിന്നും ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. 2 കൊലയാളികൾ ജയിൽ ചാടി ഇവിടെ വന്നിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഒരു കൊലപാതകം നടക്കാം. കൊലപാതകം അവർക്ക് ഹരമാണ്. രക്ഷപ്പെടാൻ ടിപ്സ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെ വീതം കൺഫഷൻ റൂമിൽ വിളിക്കുന്നു. ഇവിടെ ആളുകൾ ഇവിടെ കൊലപാതകി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അവരുടെ അടുത്ത് പെരുമാറുന്നത്? അവരടിക്കോ ഇടിക്കോ, എങ്ങനെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യും എന്നാണ് ബിഗ് ബോസ് മെയിനായിട്ട് അവരോട് ചോദിക്കുന്നത്. എന്നിട്ട് ഈ കൂട്ടത്തിൽ തന്നെ 2 പേരെ കൊലയാളികളായിട്ട് ബിഗ് ബോസ് പറഞ്ഞും കൊടുക്കുന്നു. ആദ്യം ജാസ്മിൻ്റെ അടുത്ത്, ആദ്യം യമുനെ വിളിക്കുന്നു, ജിൻഡോ വിളിക്കുന്നു, ശ്രീരേഖ വിളിക്കുന്നു. ഇങ്ങനെ പോവുകയാണ്. ഇവരുടെ അടുത്തൊക്കെ ജസ്റ്റ് ചോദിക്കുന്നേ ഉള്ളൂ, കൊലപാതകി വന്നാൽ എങ്ങനെ നേരിടും, പേടിയുണ്ടോ, ആ കാര്യങ്ങളൊക്കെ. എന്നിട്ട് ജാസ്മിൻ വരുന്ന സമയത്ത് ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളാണ് കൊലപാതകിയുടെ സഹായി, അതായത് സെക്കൻഡ് 2ാം പ്രതി നിങ്ങളാണ്. അപ്പം നിങ്ങൾ മെയിൻ ആളെ കണ്ടുപിടിക്കണം, യഥാർത്ഥ കൊലപാതകയെ നിങ്ങൾ കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾക്കുള്ള കോഡ്, നിങ്ങളടുത്ത് ആ കൊലപാതകി വന്ന് നിങ്ങളടുത്ത് ചോദിക്കും, നീ ബിഗ് ബോസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബിഗ് ബോസ് അല്ല, ബോഗ് ബിസ് ആണെന്ന് പറയണം. ബോഗ് ബിസ് ആണെന്ന് പറയണം. അതാണ് നിങ്ങളുടെ കോഡ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ അടുത്ത് ആരാണോ, ജാസ്മിൻ്റെ അടുത്ത് ആരാണോ നീ ബിഗ് ബോസ് ആണോ എന്ന് ചോദിക്കുന്നത് അയാളാണ് കൊലയാളി. അപ്പോൾ അയാളടുത്ത് തിരിച്ച് അല്ല, ഞാൻ ബോഗ് ബിസ് ആണ് എന്ന് പറയണമെന്ന് പറയണം. അപ്പോൾ അതുപോലെ വീണ്ടും കുറേ ആൾക്കാർ ചോദിക്കുന്നു. അവസാനം അർജുൻ വരുന്നു. അർജുൻ്റെ അവിടെ ഫോൺ വെച്ചിട്ടുണ്ട് കൺഫഷൻ റൂമിൽ. അർജുൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു. അപ്പോൾ അർജുൻ, നീയാണ് മെയിൻ കൊലയാളി, നിൻ്റെ അസിസ്റ്റൻറ്റിനെ നിനക്ക് കണ്ടുപിടിക്കാൻ നീയാണോ ബിഗ് ബോസ് എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? ബോഗ് ബിസ് ആണെന്ന് പറയും. ഫോൺ വൈബ്രേഷനിലാണ്, ആരും കാണാതെ ഫോൺ അറ്റൻഡ് ചെയ്യണം, കൊല്ലേണ്ടത് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നാണ് പറയുന്നത്. ഓക്കെ, ടാസ്ക് ഈ പറഞ്ഞ പോലെ അനൗൺസ് ചെയ്യുന്നു. എന്നിട്ട് എല്ലാവരും നീയാണോ ആണോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നടക്കുന്നു. സെമിത്തേരി എല്ലാം ഉണ്ട്. ഇനിയാണ് ഇതാണ് ഇപ്പോൾ ലൈവിൽ ഇത്രയാണ് നടന്നത്. ഇനി പ്രേക്ഷകരുടെ ഒപ്പീനിയൻ. പ്രേക്ഷകർ പറയുന്നത്, ഇന്നലെ ഞാൻ കുറേ കണ്ടതാണ്, ഇന്നലെ മെനിഞ്ഞാന്ന് മുതൽ ഇടുന്ന അർജുന് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അർജുനെതിരെ ഇടുന്ന കമൻറ്റുകളെല്ലാം ഡിലീറ്റ് ആയി പോകുന്നു. എന്താണ് കാര്യം എന്നറിയത്തില്ല, അത് മൊത്തം ഡിലീറ്റഡ് ആക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇപ്പം ഇന്ന് ഇങ്ങനെയുള്ള സംഭവം നടന്നപ്പോൾ അവർ പറയുന്നത് അർജുൻ്റെ കയ്യിൽ മനഃപൂർവ്വം ഈ പറയുന്ന അർജുനെ കൊലപാതകയാക്കിയതാണ്. കാരണം കൊലപാതകയാക്കുമ്പോൾ അർജുന് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടും. അപ്പം ഈവൻ നമ്മൾ പോലും ഇപ്പം ആരെ നോക്കിയിരിക്കും, അർജുൻ എന്ത് ചെയ്യുന്നു, അർജുൻ ജാസ്മിനെ കണ്ടുപിടിച്ചോ, ഹെൽപ്പറാണെന്ന് നമ്മളങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ എപ്പിസോഡിലും കൂടുതൽ ഈ സാധനം വരും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അർജുനെ ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക, നല്ലൊരു പൊസിഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇടയ്ക്ക് നിന്ന് കളിക്കുന്നതാണോ എന്ന് ബിഗ് ബോസ് നമുക്ക് ഒത്തിരി പേര് എനിക്ക് അങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ പറയുന്ന ആ ഒരു ഒപ്പീനിയനോട് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം അതിനകത്ത് ശരിയോ തെറ്റോ പറയാൻ പറ്റത്തില്ല. ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുമ്പോൾ അതിനൊരു ഔട്ട്ലൈൻ ഉണ്ട്, അത് ഇങ്ങനെ പോകണം എന്നുള്ള കാര്യം അവർ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു തീരുമാനത്തിനനുസരിച്ചിട്ടാണ് ഈ ടാസ്ക് എന്നുള്ള ഈച്ച് ആൻഡ് എവറി ടാസ്ക് വരുന്നത്. ഇവിടെ ഞാൻ അർജുനെ സപ്പോർട്ടും ചെയ്യുന്നില്ല, എതിരഭിപ്രായം പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട്. ഈ പറയുന്ന പോലെ അർജുൻ ഈ ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ജാസ്മിനും അർജുനെയും കൂടി ഒരു ഇതാക്കുമ്പോഴത്തേക്കും ഇവർ 2 പേരിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ലൈവ് പോകും. കാരണം ഇവർ എവിടെ പോയി കഴിഞ്ഞാലും, അർജുൻ എവിടെ പോയി കഴിഞ്ഞാലും ലൈവ് എവിടെ പോകും. കാരണം അർജുൻ ഈ പറയുന്ന പോലെ ജാസ്മിനായിട്ട് കണക്ട് ആയോ എന്ന് അറിയണമല്ലോ. മനസ്സിലായില്ലേ? എപ്പിസോഡിലും അതുപോലെ പോവും. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ അന്തിമം പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഒത്തിരി ഞാൻ കണ്ടു, റിവ്യൂവേഴ്സ് എല്ലാവരും അർജുൻ്റെ ഈ പറയുന്ന ബോട്ട് വോട്ട്സ് എന്ന് പറയുന്നുണ്ട്, പിന്നെ അവർക്ക് ആക്രമണങ്ങൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അറ്റാക്കുകൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് ആരുടെയും എന്നെനിക്ക് എടുത്ത് പറയാനായിട്ട് പറ്റത്തില്ല. എല്ലാവരുടെതും വരുന്നുണ്ട്. എനിക്ക് എവിടെ പിടിയും കിട്ടുന്നില്ല എവിടെ നിന്നാണെന്നുള്ളത്. ആരെയും സപ്പോർട്ടും ചെയ്യുന്നില്ല, ആരെ എതിർത്തും പറയുന്നില്ല. ഇങ്ങനൊരു കാര്യം പ്രേക്ഷകർ പറഞ്ഞു, ഇത് അനീതിയല്ലേ, കാണിക്കുന്ന നെറുകേടല്ലേ അർജുന് മാത്രം കൊടുത്തതെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ വേറെ ആർക്കും, ഇപ്പോൾ അഭിഷേക് നിങ്ങളാണ് കൊലയാളി, അല്ലെങ്കിൽ ഋഷി നിങ്ങളാണ് കൊലയാളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് തന്നെ ആൾക്കാർ പറയുള്ളൂ. ഇത് അവസാന നിമിഷമാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ മിണ്ടാതിരിക്കുന്ന, സത്യം പറഞ്ഞാൽ സൈബർ അറ്റാക്ക് ഭയന്നാണ് മിണ്ടാതിരിക്കുന്നത്. അമ്മാതിരി പൂര തെറവിളിയാവും അവസാനം.
അർജുൻ ഇപ്പം എനിക്ക് വേണമെങ്കിൽ എനിക്ക് പറയാം, അർജുനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അർജുന് കൊലപാതകി എന്നുള്ള പദവി കൊടുത്തത്. നിങ്ങളൊക്കെ കുറേ പേര് പറയുന്ന പോലെ അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. അർജുന് വോട്ടുകൾ വരുന്നു, ലൈക്കുകൾ വരുന്നു, അർജുനെതിരെ ഇടുന്ന കമൻറ്റുകളൊക്കെ ഡിലീറ്റ് ആക്കുന്നു, അങ്ങനെയൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട്. എനിക്കതിൻ്റെ സത്യം അറിയത്തില്ല. ഓക്കെ, എനിക്കതിൻ്റെ സത്യം അറിയത്തില്ല ഒത്തിരി പേര്. അപ്പോൾ എനിക്കും വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അർജുൻ്റെ ഹേറ്റർ ആവുകയാണ്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിനെ അവിടെ സംശയിക്കുകയാണ്. അതേസമയം ഞാൻ വന്ന് പറയുകയാണ്, അല്ലടേ അതിന് വേറെ ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അർജുൻ്റെ സപ്പോർട്ടർ ആയിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ പോലെ ഞാൻ ഒരു പക്ഷത്തും നിൽക്കുന്നില്ല. ഞാൻ രണ്ട് ഭാഗവും പറയുകയാണ്, രണ്ട് പ്രേക്ഷകരുടെ രണ്ട് ഒപ്പീനിയനും ഞാൻ പറയുകയാണ്. പക്ഷേ എന്നിട്ടിപ്പോൾ നോക്കിയോ, ഇതിൻ്റെ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഒന്നുകിൽ പറയുന്നത് നീ അർജുൻ്റെ ഹേറ്റർ, അല്ലെങ്കിൽ പറയുന്നത് നീ അർജുൻ്റെ PR, രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും വരാൻ പോകുന്നത്. അതാണ് അവസ്ഥ. കമൻറ്റുകളിൽ ഭയങ്കര രൂക്ഷമായിട്ടുള്ള തെറിവിളികൾ, ഫാൻസ് തമ്മിൽ, ആർമികൾ തമ്മിൽ, ഗ്രൂപ്പുകളിൽ അടിയോടടി വൻ ബഹളം. ഇതിൻ്റെ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ സ്റ്റോറി ഇടുന്നു, മെൻഷൻ അടിക്കുന്നു, തിരിച്ചടിക്കുന്നു, അവിടെ കൂടെ അടിക്കുന്നു. മൊത്തം ഒരു കരിവാരി തേക്കുന്ന ലെവലിലാണ് ബിഗ് ബോസിൻ്റെ അവസ്ഥ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പിടിയുമില്ല എവിടെയൊക്കെ ഏതൊക്കെ പൊസിഷനിൽ എത്തുമെന്നുള്ളത്. എന്തായാലും എനിക്ക് തോന്നുന്നത് ജിൻഡോ, ജാസ്മിൻ, അർജുൻ ഇവർ 3 പേരും ടോപ്പ് 1, 2, 3 പൊസിഷനിൽ എങ്ങോട്ട് വേണോ അങ്ങോട്ട്. ചിലപ്പോൾ അർജുൻ 1, ചിലപ്പോൾ അർജുൻ 2, ചിലപ്പോൾ അർജുൻ 3. ഇതുപോലെ ജാസ്മിൻ്റെ അവസ്ഥ, ഇതുപോലെ ജിൻഡോയുടെ അവസ്ഥ. ജിൻഡോ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒന്നുകിൽ ടോപ്പ് 3ലേക്കൊന്നും ജിൻഡോ പോകത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ടോപ്പ് 3ലോട്ടൊന്നും പോകത്തില്ല. ടോപ്പ് 1 ഓർ വിന്നർ ഓർ റണ്ണർ അപ്പ് ആ ഒരു ലെവലായിരിക്കും. ഞാൻ ഒരു അസംഷൻ പറയുന്നത്. പിന്നെ അർജുൻ്റെ കേസിൽ 1 ആവാം, 2 ആവാം, 3 ആവാം. ജാസ്മിൻ്റെ കേസിലും 1 ആവാം, 2 ആവാം, 3 ആവാം. അങ്ങനെയാണ് തോന്നുന്നത്. ബാക്കി ഈ പറയുന്ന പോലെ ഋഷിയുടെയും അഭിഷേകിൻ്റെയും ശ്രീധുവിനെയും ഒന്നും പറയാറായിട്ടില്ല. കാരണം അവരൊക്കെ വോട്ടിങ്ങിൽ ഇത്തിരി ലീസ്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നമുക്കറിയാം അവരുടെ സപ്പോർട്ടിംഗ് ഫാക്ടർ അവർക്ക് എത്രത്തോളം. ഈ പറയുന്ന 3 പേരെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഇത് സപ്പോർട്ടിംഗ് ഫാക്ടർ കുറവാണ്. കാരണം ബിക്കോസ് ദിസ് ഇസ് ഫിനാലെ വീക്ക്. അതുകൊണ്ട് മാത്രം വോട്ടിംഗ് ട്രെൻഡിലല്ല ഞാൻ പറയുന്നത്, വോട്ടിംഗ് ഒന്നും കിട്ടിയിട്ടില്ല, വോട്ടിംഗ് ട്രെൻഡിലല്ല ഞാൻ പറയുന്നത്. അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുകയാണ്. പക്ഷേ ജിൻഡോ ഒരു ടോപ്പ് 3ലേക്കൊന്നും തള്ളപ്പെടുത്തില്ല. ജിൻഡോ ടോപ്പ് 3ലേക്ക് വരത്തില്ല. വിന്നറോ റണ്ണറപ്പ് ആ ഒരു ലെവലിലായിരിക്കാം. കാരണം വിന്നർ എന്നൊക്കെ നമ്മളൊരു 2 ആഴ്ച മുമ്പൊക്കെ നമുക്ക് ഉറപ്പിച്ച് പറയാമായിരുന്നു. കാരണം അങ്ങനെയായിരുന്നു വോട്ടിംഗ് ട്രെൻഡുകൾ. പക്ഷേ ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ജിൻഡോയുടെ കാര്യവും ജാസ്മിൻ്റെ കാര്യവും അർജുൻ്റെ കാര്യം ഈ പറയുന്ന 3 പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും, നല്ല മാറ്റം വരും. ഒരു ട്വിസ്റ്റ് ചെയ്യുന്ന നിമിഷത്തിൽ. കാരണം ഈ സീസണിൽ ഇതുവരെ നമുക്കൊരു വിന്നറിനെ അല്ലെങ്കിൽ ഇന്ന ഒരാൾ വിന്നർ ആകുമെന്ന് പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല. നമുക്ക് ഒരാൾക്ക് നീ നോക്കിക്കോ, ബെറ്റ് വയ്ക്കാം ഇയാൾ ജയിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാനും പറ്റില്ല. അതുകൊണ്ടാണ് അവസാന നിമിഷം ഈ കളികൾ നടക്കുന്നത്. കഴിഞ്ഞ സീസൺ എല്ലാവർക്കും അറിയായിരുന്നു മാരാർ ജയിക്കുന്നു. 30 ദിവസം കഴിഞ്ഞപ്പോൾ അറിയായിരുന്നു മാരാർ ജയിക്കുന്നു. പിന്നെ ഇവിടെ ഒന്നും നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാന നിമിഷം ഒരു അട്ടിമറി എന്ന് പറയുന്ന ഒരു സാധനം അവിടെ വരാൻ ഒരു സ്കോപ്പുമില്ല. 1% പോലും സ്കോപ്പുമില്ല. ഒന്നും അവർക്കെതിരെ ഇറക്കിയിട്ട് കാര്യമില്ല. സീസൺ 4ലും അതുപോലെ ആയിരുന്നു. ദിൽഷ ജയിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരുന്നു. അതുകൊണ്ട് അവിടെയും ഈ പറയുന്ന പോലെ ഒരു അട്ടിമറിയുടെ കേസ് വന്നില്ല. സീസൺ 3യുടെ നമുക്കറിയാം, 1ൻ്റെത് ഫസ്റ്റ് സീസൺ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ ഈ ലാസ്റ്റ് വീക്കിൽ ഇനി 4 ദിവസം ബാക്കി നിൽക്കുകയും ആര് ജയിക്കും? ദ ക്വസ്റ്റ്യൻ സ്റ്റിൽ റിമെയിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ അറ്റാക്കുകൾ നടക്കത്തില്ല. ഇതിപ്പോൾ എന്താണെന്ന് നോക്കാം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അപ്കമിങ് സീസൺ, അടുത്ത സീസണൊക്കെ 1 ടോക്സിക് ആയിരിക്കും. ഈ സീസൺ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.